പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. എന്നാ പറഞ്ഞേ? ആണോ? എന്നോട് എന്നെ കൊണ്ടുവിടുന്ന കാര്യം പറഞ്ഞേ. അമ്മയ്ക്ക് എവിടെയാ പോകേണ്ടത്? അത് ആര് കൊണ്ടുവിടണമെന്നാ പറയുന്നേ? ആരായാലും കൊണ്ടുപോയോ? ആണുങ്ങളോട് പറയണ്ടേ? അവർക്കാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ചോണ്ടോ? എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. ഈ മഴയത്ത് എങ്ങനെയാ പോണേ? ആര് കൊണ്ടുപോയാലും ഒരു സ്ഥലമല്ല, ഒരു സ്ഥലമേ ഉള്ളൂ. ഒരു വണ്ടിയെ പോയപ്പോ ഒരു വണ്ടിയെ പോയാൽ മതി. കട്ടിലും പെട്ടിയൊക്കെ കൊണ്ടുപോകണ്ടേ? കട്ടിലും പെട്ടിയൊക്കെ കൊണ്ടുപോകണോ? കട്ടിലും പെട്ടിയൊക്കെ നടന്നോ? കട്ടിലും പെട്ടിയൊക്കെ കൊണ്ടുപോകണോന്ന്. അതൊക്കെ ഇപ്പൊ കൊണ്ടുപോകണം. അതിന് എപ്പോഴും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കണ്ടേ? കൊണ്ടുപോകുമ്പോ എല്ലാവരും എടുത്തോണ്ട് പോണം. നാലും മൈൽ പോലെ വണ്ടി എല്ലാം കൊണ്ടുപോകാൻ, വണ്ടിയെല്ലാം കൊണ്ടുപോകാൻ. എന്നാലും അമ്മേനെ കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വേണം. ആ വണ്ടിയുടെ പുറത്തോട്ട് അങ്ങ് കയറ്റി വെച്ചാ പോരെ? അല്ല, നടന്നു പോകാനാണോ? നടന്നോടം വരെ പോവാ ഈ മഴയത്ത്. തണുപ്പ്. അവിടെ എല്ലാം വെള്ളം പൊങ്ങി കാണും. അമ്മയുടെ വീടിന്റെ ഭാഗമൊക്കെ വെള്ളത്തിലായി കാണും. വെള്ളം പൊങ്ങി കാണുമെന്ന്. അവിടെ വെള്ളത്തിന് വിഷമൊന്നും. വെള്ളത്തിന് വിഷമയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. 2 മഴ പെയ്യുമ്പോഴേ പൊങ്ങൂന്ന്. നീന്തി പോകണ്ട വരും. നീന്താൻ അറിയാവോ? ഇന്ന് പോണില്ലല്ലേ? ചുമ്മാ ഞങ്ങളെ ഇട്ടേക്ക് പറ്റിക്കുക. അല്ല, പോണം നമ്മളെന്നാ പറയൂന്ന് അറിയാതെ. അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളാ വീട്ടിലുള്ളവര് ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞായിരുന്നോ? നിങ്ങളോട് തന്നെ അഭിപ്രായം അറിയണം. അപ്പൊ ഞങ്ങളല്ലേ വീട്ടിലുള്ളവര്? എന്നാ ഉണ്ടാക്കും? വീട്ടിലുള്ളവര് ഞങ്ങളല്ലേന്ന് വേറെ വല്ലവരും ഉണ്ടോ? അതിനെന്നാ? അമ്മ എല്ലാം വിട്ടുപോവാണല്ലോ. അമ്മ ഏതാ വിട്ടുപോവുക? വിട്ടുപോവുകന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്ന് പോകുവാന്നാ പറഞ്ഞേ. വിറ്റേച്ച് പോവുകന്നല്ല പറഞ്ഞ എലിക്കുട്ടി. എലിക്കുട്ടിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ പോണത് വിറ്റേച്ചാണ്. വിറ്റേച്ച് പോയേക്കാം. ഇനി പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. നമുക്ക് അവിടെ എങ്ങാനും താമസിച്ചേക്കാം. എവിടെയായാലും വരുവും പോവുകയൊക്കെ ചെയ്യാം. വരുവും പോകുന്നു എപ്പോഴും ചെയ്യാൻ പറ്റും. ഒക്കെ ഉള്ളടത്ത് അങ്ങനെ വരാതെ പോകാതെ ഇരിക്കാൻ പറ്റിയ അവർക്ക് വേണ്ടെങ്കിലോ? എൻ്റെ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഒക്കെ അവരെല്ലാവരാണ് ഏറ്റവും. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയോ? അങ്ങോട്ടോ? അല്ല, ഇവിടെ ഇപ്പൊ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ടെന്ന് പറ. ഇവിടെ ആവശ്യത്തിനുണ്ട്. നല്ലപോലെ മഴയില്ല. തണുപ്പുണ്ടോ? പിന്നെ നല്ല തണുപ്പുണ്ടല്ലേ? ആവശ്യത്തിനല്ല, കൂടുതലൊന്നും ഇല്ല. ഇതുപോലെ എല്ലായിടത്തും ഇപ്പൊ ഈ സീസണിൽ ഇങ്ങനെയാ. മഴയുടെ സമയല്ലേ? മഴയുടെ സമയ ഇപ്പം. അതേന്നെ. അത് ഈ കാലാവസ്ഥ ഈ 2 മാസത്തേനുണ്ട്. 2 മാസത്തേക്കല്ല. അത് കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല. പിന്നെ കടുത്ത വെയില. കണ്ണ് മഞ്ചി പോവും. പിന്നെ വെയിൽ കൊണ്ട് മോശം ഉണക്കാണെന്ന് പറയാൻ പറ്റും. സാധനം വെച്ചോണ്ടിരുന്നാ ഉണങ്ങിപ്പോവും. അതുപോലെ അന്നത്തെ കാലം അത്രയ്ക്കും ചൂടാ. ഇന്നത്തെ കാലത്താ ചൂട് കൂടുതൽ. അന്നത്തെ കാലം ചൂട് ഇപ്പഴാ ഭയങ്കര ചൂട്. ഇത് എന്നാ നമ്മക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ചോദിക്ക 1/2 കിലോ അവല് മേടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞു വിട്ടതാ. അവല് അമ്മ മറന്നുപോയ അവലൊക്കെ. ഇന്ന് പറഞ്ഞു വിട്ടത് 1/2 കിലോ അവല് മേടിച്ചോണ്ട് വരാൻ. മേടിച്ചോണ്ട് വരാൻ കടയെന്നേ. എന്തോരം കടയുണ്ടാ കുറുപ്പന്തറയിലോട്ടൊക്കെ ചെന്നാല്. അത് ജോമോനോട് പറഞ്ഞു വിട്ടതാന്നേ ഞാൻ. മറന്നു പോയിക്കാം. എന്നിട്ട് ഇതേ മേടിച്ചോണ്ട് വെച്ചിരിക്കുന്നു 2 കിലോ. ആണോ? 1/2 കിലോ എന്ന് പറയുമ്പോ 2 കിലോ. പിന്നെ അതെന്തിനാ എത്രയും മേടിച്ചോണ്ട് വന്നേ? ഇത് ഇവിടെ ചെലവാവോ? ഇരുന്ന് പൂത്തു പോയി അല്ലേ? പിന്നെ ആരാ തിന്നുന്നേ?
ഇവിടെ 3-4 പേരില്ലേ? അമ്മയ്ക്ക് വായ വെച്ചാ ചവയ്ക്കത്തില്ലെന്ന് പറയും, പല്ലില്ലെന്ന് പറയും. പിള്ളേരില്ലേ? പിന്നെ ആരാ തിന്നുന്ന ഇതൊക്കെ? പിള്ളേരില്ലേ? പിള്ളേര് തിന്നുന്ന ആരാളെ? വിവാനല്ലേ ഉള്ളൂ. വിവാനല്ലേ ഉള്ളൂ. വിവീന വല്ല കാലത്തൊക്കെ ഒന്ന് വരുന്നതല്ലേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ എവിടെയാ? അവള് അവിടെ പത്തനംതിട്ടയില് പഠിക്കുവാണ്. ആ, അവള് എന്നാ പഠിക്കുവാ? എന്തേലി കുട്ടി എന്ത് പഠിക്കുവാ അവള്? ഞാനെങ്ങനെ അറിയാം? അമ്മയ്ക്കറിയാം. എന്നാ ആലോചിച്ചിട്ട് ഓർത്തിട്ടൊന്ന് പറഞ്ഞേ. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ആര് പറഞ്ഞ്? എന്റെ അമ്മ ഇരുന്ന് ഇടയ്ക്കൂടെ പറഞ്ഞ കേക്കാവല്ലോ. ഇവിടെയല്ലേ പഠിച്ചോണ്ടിരുന്നത്? എവിടെ? ഇവിടെ നമ്മുടെ പള്ളിയുടെ അവിടെ. പള്ളിയുടെ അവിടെ ഒന്നും അല്ല. അവിടുന്നൊക്കെ പോയി. അവിടുന്നൊക്കെ പോയിട്ട് വർഷം എത്രയായി? പോന്നോ? ആ, അവിടെ പഠിപ്പിലൊന്നുമില്ലേ? പഠിപ്പേരൊക്കെ ഉണ്ടോ? അവിടെ അല്ലല്ലോ, വേറെ സ്കൂൾ മാറിപ്പോയി, കോളേജിലായി. അമ്മേന്ന് വിളിച്ചാലുണ്ടല്ലോ 2-3 പ്രാവശ്യം ഉറക്കം വിളിച്ചാലേ ഒന്ന് നോക്കുള്ളൂ. എന്നാ ഞാനിവിടെ നിന്ന് വല്ല ഏലിക്കുട്ടിന്നൊന്നും അറിയാതെ ചിലപ്പം പറഞ്ഞു പോയിട്ട് ഞാൻ എന്നാ ചെയ്ത് ഉടനെ ചോദിക്കും, ഞാൻ എന്നാ ചെയ്ത്, ഞാൻ നിങ്ങളെ വല്ലതും ചെയ്തോ? ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ ചെയ്തെന്നല്ല പറഞ്ഞു, ഏലിക്കുട്ടിന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാ അമ്മേന്ന് പറഞ്ഞ് നമുക്ക് എന്തും പറയാം. അതാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഏലിക്കുട്ടി എന്നുള്ള പേര് പറയത്തില്ല. മോഹം മാറി. എന്തോ കുറ്റം പറഞ്ഞു എന്നാണ് അമ്മയുടെ തോന്നല്. മോഹം മാറി. ആരോടും പറയത്തില്ല. ആരോടാ പറയത്തില്ല? ആരോടും പറയത്തില്ല. പിന്നെ മനസ്സിലാകണം. അമ്മ ഇവിടുത്തെ വലിയ അമ്മായിമേനല്ലേ വിചാരിച്ചിരിക്കുന്നത്, അതുകൊണ്ടോ അല്ലേ? പിന്നെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാരണവന്മാരും മക്കളും ചേട്ടനേറ്റുമാരും ചേട്ടനിയന്മാരും മക്കളുടെ മക്കളും ഒക്കെ വിളിച്ചോണ്ടിരിക്കണേ സദാ പേര്. ആണോ? അല്ലാതെ പിന്നെ ഇങ്ങനെയാ. പക്ഷെ ഇവിടെ ആരും ഞാൻ വിളിക്കണ കേട്ടിട്ടില്ല എലിക്കുട്ടിന്ന്. ഇവിടെ ആരും എലിക്കുട്ടിന്ന് വിളിക്കണ. വിവീന വല്ലപ്പോഴും വിളിക്കും എലിക്കുട്ടിന്ന്. ആ, പിന്നെ ഞാനും വിളിച്ചോണ്ടിരുന്നില്ലെങ്കിൽ മറന്നു പോകും. സ്നേഹം കൂടുതലുള്ളവരാ പേരൊക്കെ വിളിക്കുന്നത് ഇടയ്ക്കൊക്കെ, അല്ലേ? രോമാനൊന്നും വരികയല്ല. ഇത് മുമ്പ് നിൽക്കുന്ന പിന്നെ എന്നാ രോമാനല്ലേ ഈ നിൽക്കുന്ന അമ്മാവൻ? രോമൻ വരികയല്ലോ. ഇത് രോമനാന്നേ. പിന്നെ അയ്യോ, ഇത് രോമോനല്ല, സാബു മോനാണോ അല്ല ടോമി മോനാണോ? ഇത് ആരാ പിന്നെ? ആരാണെങ്കിലും അവർക്കറിയാം. രോമോൻ എന്ത് മറന്നുപോയി. ആരാ പിന്നെ? നീയോ? നീ ആരാ? നിന്റെ പേരെന്നാ? എന്റെ പേര് ജോമോൻ എന്നാ. ജോമോൻ എന്നാന്നേ. ജോമോൻ എന്നാണ്. പിന്നെ ഇപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്നേ. വിളിച്ചാ പോരെ? അമ്മയുടെ മോൻ ജോമോനല്ല, വേറെ ജോമോനായിരിക്കും. ജോമോനൊക്കെ അമ്മയുടെ അനിയത്തിയുടെ മകനോ ജോമോനില്ലേ, ആ ജോമോനായിരിക്കും. ആണോ? അമ്മയുടെ അനിയത്തിയുടെ പെണ്ണമ്മയ്ക്കൊരു മകനില്ലേ ജോമോൻ, അതാണോ? അവനൊന്നുമില്ല. പിന്നെ എന്റെ ആങ്ങള ജോമോനാണോ? എനിക്കൊരു ആങ്ങള ജോമോനുണ്ട്. ഇങ്ങനെയൊക്കെ പലയിടത്തും ഉണ്ട്. പലയിടത്തും ജോമോന്മാരുണ്ട്. അവരെ വിളിക്കുന്ന അങ്ങാട്ട് വീട്ടിലുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരെ വിളിച്ചാൽ മതി. അതുപോലെ ഒരു ജോമോൻ ഇതും ലോകത്തെ വീട്ടിലുള്ള അയലോക്കത്തുള്ളവരെല്ലാം വിളിക്കാൻ പറ്റുന്ന കാര്യമാണ്. ജോമോൻ ജോമോൻ അല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. വില മനുഷ്യന് വിലയുണ്ടോ? കാണുന്നവരെയൊക്കെ ജോമോൻ ജോമോൻ. അതെന്തിനാ അങ്ങനെ വെച്ചാക്കണേ? അത് കാണാൻ വെച്ചതാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇത് വന്നത്. കറണ്ടെല്ലാം പോയി. കറണ്ട് ഇന്നലെ മിനിക്കാതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇന്നാ ഒന്ന് വന്നത്. എന്നാ ബുദ്ധിമുട്ടായിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. വെള്ളം അടിക്കാണ്ട് വെള്ളം ഇല്ലായിരുന്നു, വോൾട്ടേജ് ഇല്ലായിരുന്നു. ഉച്ചയായപ്പോഴാ കറണ്ട് വന്നത്. വെള്ളം അടിച്ച് എന്നായാലും വെള്ളം തീർന്നില്ലായിരുന്നു. മഴയായിരുന്നുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെ വെള്ളം തീർന്നു പോയതിനെ. പിന്നെ നമ്മൾ ചുരുക്കി ചെലവാക്കി. വെള്ളം കറണ്ട് എപ്പോഴാ വരുന്നതെന്നുള്ള അറിയില്ല. തുണിയൊന്നും അലക്കാൻ പോയില്ല. വീട്ടിലെ അമ്മയ്ക്ക് പറഞ്ഞാല് മേല ഒരു ഓർമ്മയില്ല, ഒന്നും ചെയ്യാനും പറ്റിയല്ല. എലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയ്ക്കാണോ? അത് ശരി. എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മള് കഴിക്കുന്നതാണെങ്കിൽ എല്ലാം പറ്റും കഴിക്കല. ഇച്ചിരി വിളമ്പിക്കൊണ്ട് പിന്നെ കൊടുത്താ ചെറിയ ചൂടോടെ കൊടുത്താ ഇച്ചിരി കഴിക്കും, അത്രയേ ഉള്ളൂ. അതിനെ നോക്കാൻ പോണെന്നാണോ അമ്മ ഈ പറയുന്നത്? അല്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഇപ്പൊ. അതാരായിരിക്കും അതിനെ നോക്കുന്നത്? അതാരായിരിക്കും അതിനെ അങ്ങനെ നോക്കുന്നത്? അവിടെ അപ്പോഴും പെണ്ണുങ്ങളില്ല. പെണ്ണുങ്ങളുണ്ടോ? 2-3 പെണ്ണുങ്ങളോ? 2-3 പെണ്ണുങ്ങളുണ്ടോ? അവിടെ പേരൊക്കെ അതെ. ആ പെണ്ണുങ്ങളെ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നും. എന്തെങ്കിലും ഒരു പേരൊക്കെ വിളിക്കുക അല്ലേ? അങ്ങനെയാണോ അമ്മേ?
2 മണിക്ക് കഴിഞ്ഞ് ഇങ്ങോട്ടല്ല വഴിയെ പോയതാ. ആണോ? ആ പെണ്ണുങ്ങളുടെ പേരൊക്കെ എന്ന് പറഞ്ഞേ കേക്കട്ടെ. അതൊക്കെ അവിടെ ഉള്ള പേരല്ലേ? ഏത് പേര്? പേരെന്ന് പറഞ്ഞു. അവിടെ ഉള്ളവരുടെ പേരല്ലേ? അവിടെ ഉള്ളവരെ പേരാന്നേ, പേരറിയണ്ടേ? പേരൊന്നുമില്ല. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല ചോമന. ഏതെങ്കിലുമൊക്കെ പേരൊക്കെ അങ്ങ് വിളിച്ചോ. അല്ല പെണ്ണെ തെയ്യാമേ മറിയാമേ എന്നൊക്കെ വിളിച്ചാൽ മതിയോ? എടീന്ന് വിളിച്ചാ മതി. എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ മതിയോ? ഓരോ പേരിട്ടിട്ടുണ്ട്, അത് ഉള്ളു. അല്ലാതെ എന്നും പേരാണോ? എന്തും പേരാണ്. ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ആ പേര് പറഞ്ഞാൽ മതി. ആ പേരറിയാനല്ലേ ചോദിച്ചേ? നമ്മുടെ ഇത് കിട്ടും. പേരറിയാവോ? അടുത്ത മഴ വരാൻ പോകാൻ തോന്നുന്നു. എന്നൊന്നും അങ്ങനെ വിളിച്ചാൽ തന്നെ അറിയത്തില്ലല്ലോ. അതിനോട് പേര് പിന്നെ അടുപ്പിച്ച് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ അടുപ്പിച്ച് എന്നാ കിട്ടിയല്ല, അറിയത്തില്ല. അടുപ്പിച്ച് വിളിക്കുമ്പോഴാണ് അടുത്ത് ചെല്ലുമ്പോ കിട്ടുന്നത്. പേര് അറിയത്തില്ല എന്നാലും മക്കൾ. പേര് മറക്കാതിരിക്കുമ്പോ അടുപ്പിച്ചടുപ്പിച്ച് വിളിച്ചാ മതി. പേര് അടുപ്പിച്ചടുപ്പിച്ച് വിളിക്കുവാണെങ്കിൽ മറക്കാതിരുന്നോളൂ. മറിച്ച് അങ്ങനെ ഇരിക്കും. കൊടുക്കുകയും ചെയ്യണം, മേടിക്കുകയും ചെയ്യണം. പറഞ്ഞു പറ്റും. അമ്മ കഥക് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ശ്രദ്ധ വഴിയില്ല. ആ ലൈറ്റ് തെളിച്ചിട്ട് കഥകും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അമ്മ വഴിയിലോട്ടാ ശ്രദ്ധ. വേറെ ഒന്നിലും അമ്മ ശ്രദ്ധിക്കുകയല്ല. എന്നാ സിറ്റ് ഔട്ടിൽ പോയി എന്നാ പോവാണേ. മൂളിപ്പാട്ടിന്റെ ആശാൻ ചാച്ചനായിരുന്നു. ആരാ അവിടെ? ആ വഴിയെ വന്നവരെ വഴിയെ പോട്ടെ. നമുക്കെന്തിനാ വഴിയെ പോണവരെ പിടി? നമ്മളെന്തിനാ വഴിയെ പോണവരെ നോക്കാൻ പോണേ? ഉണ്ടോ പിള്ളേരെ സ്കൂട്ടറെ പോകണം. ആ ഇങ്ങോട്ട് വന്നല്ലെന്നേ, ഒരു പോയി. ഇവിടെ ആരും ഇല്ലല്ലോ. ഇപ്പം അടുത്ത മഴ വരുന്നുണ്ടാവും. അടുത്ത മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ 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 മഴയോ? മഴ പെയ്യാൻ പോവാ. മൊത്തം ഇരുണ്ട് കൂടിയിട്ടുണ്ട്. പാറ്റ എവിടെ? ഓടിച്ചെന്ന് അതിന്റെ ഇട കയറി. പാറ്റാപ്പാൽ ഇന്നാലും സാധനമായിരിക്കും. അതേ ആളാ നിക്കുന്നത്. കിടക്കാൻ സമയമായില്ല. ആരാ അവിടെ കിടക്കണേ? നീയല്ലേ? ഞാനൊന്നുമില്ല. ഞാനങ്ങ് ഇവിടെ ഒന്നും കിടക്കാറൊന്നുമില്ല. നീ എവിടെയാ കിടക്കണം? ഞാൻ എൻ്റെ വീട്ടിലല്ലേ കിടക്കണേ. എൻ്റെ വീട്ടിലല്ലേ കിടക്കണേ? വീട്ടില്? ആ അത് വീടല്ലേ? അതോ? അത് മുറി. ലോറിയോ? ലോറിയല്ല, ലോറിക്കകത്ത് കിടക്കാം. മുറി മുറി. അത് മുറിയല്ലേ? ആ മുറി, അതാ പറഞ്ഞേ. വീടല്ലേന്നാ പറഞ്ഞേ. അങ്ങനെയല്ലേ കിടക്കണ്ടോ? ആ പല സ്ഥലത്തായിട്ട് ആൾക്കാരുള്ളത് അനുസരിച്ച്. അത് തന്നെ. ആരെങ്കിലും വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? അതോ ആരെങ്കിലും വരുന്നുണ്ടോന്ന്? വണ്ടിയെ പോകണം. ആ വണ്ടിയെ പോകുന്നുള്ളൂ. അമ്മയ്ക്ക് ആരെങ്കിലും വരാനുണ്ടോ? ആ അത് ഓട്ടോറിക്ഷ അല്ലേ? അമ്മയുടെ ആരെങ്കിലും വരാനുണ്ടോ? എലിക്കുട്ടി ഇപ്പൊ വിളി കേൾക്കണേ. എലിക്കുട്ടി, അമ്മയുടെ ആരെങ്കിലും വരാനുണ്ടോ? എന്നാ എല്ലാരും വരാനുണ്ടോ? എനിക്കാരും വരാനില്ല. ആരുമില്ലേ? ഇനി ഇടയ്ക്ക് ഞാൻ ഇപ്പോഴെങ്ങാനും ഉണ്ടെങ്കിലേ നേരത്തെ നേരത്തെ അല്ലേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലെന്ന്. ഇടയ്ക്കുണ്ടായേ പിള്ളേ ആരും ഇല്ലാത്ത എല്ലാരും ഒക്കെ അവരവരെ വീട് വഴി പോയി. അത് ശരിയാ. അത് ശരിയാ. അന്തോ ബന്ധം ഇല്ലാതെ നടക്കാതെ ചോമാനെ പൊക്കോ, അല്ലെങ്കിൽ നടിയുള്ളൂ. നടക്കാനും പറ്റിയ അതിനെ പറ്റി അതിനെ പറ്റി തണുപ്പായുണ്ടോ? എന്നാ പറ്റിയത്? കിടക്കാത്ത തണുപ്പായിട്ടാണോന്ന്? എനിക്ക് തണുപ്പൊന്നുമല്ല. ഇവിടെ എല്ലാരും കിടക്കാതെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി കിടക്കാം. അങ്ങനെയാണോ? അല്ലാതെ ഒറ്റയ്ക്ക് കിടന്നാൽ ശരിയായില്ല. അമ്മ പറഞ്ഞാൽ ശരിയല്ല. അമ്മ ഈ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നിട്ട് അതിന് അങ്ങനെ വെച്ചേക്കാം. അതിപ്പം കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. കൊണ്ടുവന്നു മേടിച്ചോണ്ടോന്നോ? ചോദിക്കും എന്നാന്ന്. ഇവിടെ ഉണ്ടാക്കിയതല്ലേ? ഏയ് ഇവിടെ അവലടിക്കാനായിട്ട് അരിയില്ലല്ലോ. ഇവിടെ ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലേ? ആ ഇല്ലെന്നേ അമ്മേ. ഉപകരണങ്ങളും ഇല്ലല്ലോ. അതെങ്ങനെയാ ഉണ്ടാക്കണേ? ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടാ. അവലെങ്ങനെയാ ഉണ്ടാക്കണ അറിയാവോ? അവലുണ്ടാക്കണത് എങ്ങനെയാന്ന് അറിയാവോ? അതൊക്കെ എനിക്കറിയാം. ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാ? ഇനിയൊന്നും പറ്റിയല്ല. ഇനിയൊന്നും പറ്റിയല്ല. പക്ഷെ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാൻ. എങ്ങനെയാ ഉണ്ടാക്കണത്? വേണ്ട.
ഒന്ന് പറഞ്ഞാന്നേ നോക്കട്ടെ, നമ്മൾ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. ഒക്കെ ഓരോ സമയത്തും ഉണ്ട് അതിൻ്റെ ഏ തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി ഒക്കെ അതൊന്നുമില്ല. ഈ വണ്ടി ഓടിക്കണില്ലേ? അതുകൊണ്ടൊന്ന് പോകണമല്ലോ രോമാൻ എവിടെയെങ്കിലും. അമ്മ പറഞ്ഞത് ശരിയാ. അമ്മ വീട്ടിൽ അവരിടിക്കുമായിരുന്നു. ആണോ? ആ, അവരിടിച്ച് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മഴ കുറവാണല്ലോ. അയ്യോ ഇത് മഴ ഉണ്ടായിരുന്നു. അയ്യോ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം വെയിൽ ആ ഇപ്പൊ പെയ്യുന്നില്ല. ദിവസമായി മഴ തുടങ്ങിയിട്ട്. ഇപ്പം പെയ്യുന്നില്ല. എത്ര മണിക്കൂറാണ് വെയിലുണ്ടറിയോ? ആ ഇന്നലെയൊക്കെ ഭയങ്കര പെയ്തായിരുന്നു, കറണ്ടും ഇല്ലായിരുന്നു. എന്ത് പാടുവിട്ടാ കേട്ടോ. ആ സമയത്ത് ഇന്ന് എവിടെയാ പെയ്ത്? ആ ഇന്നിപ്പോ രാവിലെ പെയ്തായിരുന്നു. ഇപ്പൊ പെയ്യുന്നില്ലെന്നാ ആ, പറഞ്ഞത്. ഇപ്പം പെയ്യുന്നില്ല. മഴ അങ്ങനെ പെയ്തോണ്ടിരുന്നെങ്കിലേ വെള്ളമുള്ളൂ. വെള്ളമൊക്കെ ആയി. വെള്ളമൊക്കെ ആയി. വെള്ളത്തിന് രാത്രിയും കൂടെ ആയിരിക്കും. എന്നാലും കൊടുക്കത്തെ വെയിലല്ലേ തെളിയുന്നേ? വെയില് തെളിയുമ്പോ ഭയങ്കര വെയിലല്ലേ തെളിയുന്നേ? ആ ഭയങ്കര വെയില. ആ വെയിൽ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ മൊത്തം ഉണങ്ങിപ്പോവല്ലേ, വെള്ളം വലിഞ്ഞു പോവല്ലേ. മേടമാർദ്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള മാസമാണ്. മേഡം അല്ലേ? ഭയങ്കരമായിട്ട് വെള്ളവും പറ്റും. ആണോ? ഇവാന നിന്റെ ചായ തണുത്ത് കേട്ടോ, ഒന്ന് കുടിക്കേ. വാർത്തയിലേക്ക് കിടക്കാം. 5 മണി ആയതേ ഉള്ളൂ. 5 മണി. ആ തുണിയാകുമ്പോൾ കൊണ്ടാലും ജൂണിയാകുമ്പോൾ കിടക്കുന്നതിന് കുഴപ്പമില്ല. നേരത്തെ ഇരുട്ടുണ്ടേ, ഇപ്പൊ പകലല്ലേ? പകലല്ലേ? പകല ആ പിന്നെ പകലുമാണ് വെട്ടുമാണ്. ആ അതിലേ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇപ്പൊ കിടക്കണേ? മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ പിന്നെ ഇങ്ങനെ കിടക്കണേ ഇപ്പം? മഴയില്ല പിന്നെ അടുക്കളയിലെ പണിയെല്ലാം തീരണ്ടേ? അടുക്കളയിലെ പണിയെല്ലാം തീർക്കണ്ടേ? അടുക്കളയിൽ ഞാൻ പണി എല്ലാം കഴിഞ്ഞാ? അമ്മ എല്ലാം കഴിഞ്ഞ് ചെയ്തു വെച്ച്. അമ്മ എല്ലാം ചെയ്തു വെച്ചില്ലേ? എന്നാ ഈ പണിയാണ്ടിരിക്കണം. എലിക്കുട്ടി എല്ലാം ചെയ്തു വെച്ചില്ലേ? ഞാനെന്നാ പണ്ട് വെക്കണം. അതിന് അമ്മയല്ലേ പണിയണേ? ആരും വരുന്നില്ല. അവിടെ സ്കൂട്ടർ ആൾക്കാർ പോകണം, അത്രേ ഉള്ളൂ. എൻ്റെ ആൾക്കാരാ പോകണം. ആ അതെ, ആൾക്കാർ പോട്ടെന്നേ. എല്ലായിടത്തും പോണോ? അങ്ങോട്ട് പോകും 4 പേര് പോകുമ്പോൾ ഇങ്ങോട്ട്. ആ ഇങ്ങോട്ട് 3-4 പേര് വീണു, അങ്ങോട്ട് 3-4 പേര് വീണു, ഇങ്ങോട്ട് 3-4 പേര്. ജാക്കു എന്നാടാ കടന്ന് വരയ്ക്കുന്നേ? എന്നാടാ? ജാക്കേ, ജാക്ക് എന്നാ? ഞാൻ ലോകം കൊണ്ട് നോക്കാം. തണ്ടപ്പട്ടിയുടെ കൊണ്ട് പോകാം. അയ്യോ തണ്ടപ്പട്ടിയുടെ എന്നാ? എന്നാ തണ്ടപ്പട്ടിയുടെ എന്നാ? ഈ എല്ലയൊക്കെ ഇതൊക്കെ മറിച്ചിടും. അതിന് മറക്കാൻ സമയമായില്ല. കട്ടൻ മറിച്ചിടാന്ന കാര്യമാണ് അമ്മ പറയണേ. ആ നിങ്ങളത്തപ്പോൾ ഉരുട്ടിയിടാനാ? പോലെ എല്ലാം കൂടെ അടിച്ച് തരത്തിടാൻ. എന്നിട്ട് പറയാം ഞാനൊന്നും ചെയ്തില്ലേന്ന്. അല്ലേ എലിക്കുട്ടി? അങ്ങനെയല്ലേ? ഇവിടെ ഒരു കൊച്ചല്ലേ ഉള്ളൂ. ഇവിടെ ഒരു കൊച്ചേ ഉള്ളു, അത് അവിടെ ആ മുറിക്കകത്തിരിപ്പുണ്ട്. ആ മുറിയിൽ ഇരിപ്പുണ്ട്. അവര് കിടക്കല്ലേ? അത് കിടക്കാൻ സമയമായില്ല. അമ്മ കിടക്കുമ്പോ 12 മണിയാവും. അവര് ഉറക്കം കഴിഞ്ഞാണ് ഇരിക്കണേ. ആ കുത്തിയിരിക്കുക. കേൾക്കുമ്പോ രാവിലെ 8-9 മണി. ഈ വാതിലൊക്കെ അടക്കി. ഞാനും വരാനില്ല. ആരെങ്കിലും വരുമോന്ന് അറിയാവോ? വരുമായിരിക്കും ചിലപ്പോ. വല്ലവരും വന്നെങ്കിലോ? വരാനുണ്ടോ? ചിലപ്പം വന്നെങ്കിലോ? നമ്മുടെ അതും തുറന്നു കൊടുത്താൽ എല്ലാം മതി. അടച്ചോ, വിളിച്ചിട്ടോ. അന്നേരം നമ്മൾ ഏക്കണ്ടേ? അന്നേരം പിന്നെ ഏക്കണ്ടേ? ഇപ്പൊ വന്നിട്ട് അങ്ങ് അടയ്ക്കുവാണെ കുഴപ്പമില്ലല്ലോ. പുറത്തോട്ട് വന്നിട്ട് അടയ്ക്കുവാണെ കുഴപ്പമില്ലല്ലോ. വരുന്നോണ്ടോ? ആ ആരെങ്കിലും വരട്ടെ. ആ വരട്ടെ. ആർക്ക് ശല്യമില്ലാത്തവർ വന്നാൽ മതി. ശല്യമില്ലാത്തവര് വന്നാൽ മതി അല്ലേ? ശല്യമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണോ പറയുന്നത്? കേട്ടിട്ടുണ്ടല്ലേ? ആരാമ ശല്യമുള്ളവര്? ശല്യമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണോ പറയുന്നേ? എപ്പോഴും വെളിച്ചും മഴക്കും വെളിച്ചും പറഞ്ഞു ഇരിക്കുന്നവരുണ്ട്. അത് അവരുടെ എടുക്ക പറ്റിയല്ല. അതിനാ അവരുടെ തന്നെ കുഴപ്പം? വിളിച്ചും പറഞ്ഞിരിക്കുന്നവരല്ലേ നല്ലത്. ആരെയും കാണില്ല. ആരും അമ്മയ്ക്ക് കാണേണ്ടത്? വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ. അയ്യോ അമ്മയുടെ വീട്ടിൽ ആരും ഇല്ലമ്മേ. എന്നെ കൊണ്ടുപോകണ്ടേ? അമ്മയുടെ വീട്ടിൽ ആരും ഇല്ല, അതുകൊണ്ട് അമ്മയെ കൊണ്ടുവരാൻ വരാത്തത്. കേട്ടാ? അമ്മയുടെ വീട്ടിൽ ആരും ഇല്ല. അവരൊക്കെ അവിടെ പോയി. അവരൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പോയി. അല്ല അമ്മയപ്പനല്ലേ? ആ അമ്മയപ്പനുണ്ടോ? ആ എനിക്കറിയത്തില്ല. അവര് കാണാനില്ല. അപ്പൻ്റെ കാര്യം അറിയത്തില്ല. അമ്മ കാണും. അമ്മയ്ക്ക് വീട്ടിൽ പണിയില്ലേ? അപ്പം പുറത്തോട്ടൊക്കെ അവരുടെ കാര്യത്തിന് പോയി വൈകുന്നേരം. പിന്നെ ഇങ്ങനെ വരുന്നേ? പിന്നെ അവർക്ക് വരാൻ സമയമുണ്ടോ? പിന്നെ അവർക്ക് വരാൻ സമയമുണ്ടോ?
പിന്നെ വരാൻ സമയമില്ല. ആ അല്ല പറഞ്ഞേ. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നേരമില്ലല്ലോ. ആ പിന്നെ ഇങ്ങനെ വരുന്നേ. എങ്ങനെ വരുന്ന? ഓരോ ഉറക്കം പോലും ഉറങ്ങിയാൽ അതിനുള്ളത് പോലും ഇല്ല. കാരണവർക്ക് സമയം ആ അതിനാ സമയം അതുപോലെ പണിയല്ലേ. അന്ന് കാര്യവും എല്ലാം പുറത്ത് കൊണ്ടുപോയി എല്ലാം അത്തരം പ്രായമായെങ്കിൽ എന്തെല്ലാം വേണം. ആണോ? ഒരു ആരെ വീട്ടാനും പോയാലും ആരെ നോക്കിയിരിക്കാനും പോയി. നല്ല കാരണവരാണല്ലോ. അങ്ങനത്തെ കാരണന്മാരാണെങ്കിൽ തന്നെ എന്ത് സമാധാനം ഉണ്ടെന്നറിയാം. മറ്റുള്ളവർക്ക് ക്ഷീണവും കുറയും. അപ്പൊ അവർക്ക് ക്ഷീണം വരികയല്ലേ? എല്ലാം ചെല്ലണ്ട്. അല്ലെങ്കിൽ നോക്കുന്നവർക്ക് ക്ഷീണമായി അല്ലേ? ചെട്ടതിനും തൊട്ടതിനെല്ലാം ചെയ്തോണ്ട് നടക്കുന്നവർക്ക് ഭയങ്കര ക്ഷീണമാണ്. അത് ശരിയാ. ഓടി നടന്ന് പണി ചെയ്യുന്നവർക്ക് ക്ഷീണമാണ്. രണ്ടൊന്നും പോകും. അമ്മേനെ കൂടെ ഒരു വണ്ടിയിലങ്ങ് കയറ്റി വിട്ടേക്കാം. അമ്മക്ക് ഇവിടെ ഇരിക്കും ഭയങ്കര കൊതിയാന്ന് തോന്നുന്നു. വഴിയെ പോകുന്ന ആൾക്കാരെ കാണുമ്പോ കൂടെ പോകാൻ. ആണോ അമ്മേ? എല്ലായിടത്തൊക്കെ പോടാം അമ്മക്ക്. അങ്ങോട്ടൊക്കെ വണ്ടിയില്. അതെന്തിനാ? നല്ല അമ്മ എല്ലാരും എന്നുണ്ടോ ചോദിച്ചതാ. എനിക്കൊരു വീട്ടോട്ട് പോയാൽ മതി. ആ അമ്മയുടെ അങ്ങോട്ട് എന്തിനാ പോകണം? ഇതാ ഞാറുകുളം ഉത്തരക്കട്ടയിലാണോ പോകണ്ടേ? ഞാറുകുളത്തല്ലേ? ഞാറുകുളം ഇതിന്റെ ഭാഗത്താ. ഇത് ഇവിടെ അങ്ങോട്ട് തീർന്നേ. അമ്മക്ക് പോകേണ്ട ഞാറുകുളത്തേലാണോ? അതിന്റെ വീട്ടിലോട്ട് പോകണം ഞാറുകുളല്ലേ? അമ്മയുടെ വീട്ടിൽ ഞാറുകുളത്തിലാണോ പോകേണ്ടത്? അതെ. ആ വീടാണ് ഇത്. അതാ ഇത്. അതാ ഇത്. അതിനെന്നാന്നേ? അത് അമ്മയ്ക്ക് പോണെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു തന്നതാ. ഞാറുകുളം ഇതാന്ന്. അതാ ബാക്കിയുള്ള ഞാറുകുളന്മാരെ എടുത്തു പോകണം. ഞാൻ അമ്മയോട് പറഞ്ഞു തന്നതാ. അതാ ബാക്കിയുള്ള ഞാറുകുളന്മാരെ എടുത്തു പോകണം. സ്ഥലം മാറി കൊണ്ടുവരുന്നല്ല പറഞ്ഞേ. ഇതാണ് അമ്മയുടെ വീട്. ഇവിടുന്ന് എങ്ങും പോകണ്ട, ഇവിടെ നിന്നോളാനാ പറഞ്ഞത്. ഞാറുകുളത്തിൽ അമ്മയുടെ എലിക്കുട്ടിയുടെ വീട് ഇതാ. കേട്ടോ എലിക്കുട്ടി? എന്നാടാ ചാക്കു? ആരടാ ചാക്കു? എന്താടാ എന്താ നീ ആരെ കണ്ടോണ്ടാ? ആരെ കണ്ടോണ്ടാ? മനുഷ്യർക്ക് ഇവിടെ കിടക്കണം. ആ മനുഷ്യനോട് പോയി കിടക്കാൻ. ഏത് മനുഷ്യനോട്? ജോമോൻ മനുഷ്യനോടല്ലേ? ആണോ അമ്മേ? ജോമോനോട് ചോദിച്ചു കിടക്കുന്നുണ്ടോ? അതിന് ഉറക്കമൊന്നുമില്ല. കിടന്നില്ലേലും കുഴപ്പമില്ല. ചുമ്മാ ഇരുന്നാ മതി. ഉറക്കണ്ട കിടക്കാൻ ചെയ്യണ്ട എലിക്കുട്ടിക്കില്ലേ? എന്നാ പോയി മയങ്ങിക്കോ. ഇനിയിപ്പോ ഇരിക്കണ്ട. ഓ ഇനിയിപ്പോ ഇപ്പൊ എങ്ങനെ മയങ്ങാനാ അല്ലേ? മയങ്ങുന്നുണ്ടോ എലിക്കുട്ടി? ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം പിള്ളേരും ഞാനും എല്ലാവരും വൈകിട്ട് ഞങ്ങൾ സന്ധ്യ കഴിയുമ്പം പ്രാർത്ഥനയും കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് കഞ്ഞിയും കുടിച്ച് എന്നിട്ടും മയങ്ങും. അവിടെ പോകും. മുത്തപ്പൻ്റെ അവിടെ, മുത്തപ്പൻ്റെ പള്ളിയിലാ. അവിടുന്നല്ല ഞങ്ങൾ വന്ന് കിടക്കണം. അവിടെയല്ലേ ഞങ്ങൾ പോയി കിടക്കണം. മുത്തപ്പന്റെ പള്ളിയിലോ? ആ പള്ളിയിൽ പോയാണോ? അതില്ല ഞങ്ങൾക്ക് അനുഭവം. വേറെ ഒത്തിരി ചുറ്റി കയറി പോവുകയൊന്നും വേണ്ട, ഒത്തിരി വഴിയും വേണ്ട. എത്ര പെട്ടെന്ന് പോയിട്ടും വരും. ആ രാവിലെ പള്ളി പോണ കാര്യമായിരിക്കും പറഞ്ഞത്. സിമിത്തേരി പോണെന്ന് പറഞ്ഞ എന്തിനാ? പള്ളി പോയിട്ട് രാവിലെ ആയാലും കൊള്ളാം, വൈകുന്നേരം ആയാലും കൊള്ളാം. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം കൃത്യമായിട്ട് അവിടെ നടക്കും. നടക്കും. അങ്ങനെയാണല്ലോ. എന്നാൽ അവര് വീരനൊന്നും നോട്ടമില്ല. എല്ലാവരും ഒരു കണക്കിൽ. അവിടുത്തെ അച്ഛന്മാരും അതെ, സിസ്റ്റർമാരും അതെ, മറ്റുള്ളവരൊക്കെ അതെ. അവിടെ ഒത്തിരി അച്ഛന്മാരില്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. നല്ല ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഒരച്ഛനേ ഉള്ളൂ അവിടെ. ഒരച്ഛനേ ഉള്ളൂ. എന്നാ? ഒരച്ഛനേ ഉള്ളെന്ന്. അച്ഛനേ ഉള്ളൂ. ഒരു നേരം പറ്റിയോ? ഒരു കുർബാനേ ഉള്ളൂന്ന്. പകലൊന്നും ഇല്ലല്ലേ? പകൽ രാവിലെ ഒരു കുർബാനയുണ്ട്, ഞായറാഴ്ച 2 കുർബാനയുണ്ട്. അത് മതിയല്ലോ. വാതിലടച്ചിട്ടുകൊണ്ട് എന്നാലും ഇടവഴി കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ണിന് നല്ല കാഴ്ചയല്ലേ, ചെവിക്കല്ലേ ഇച്ചിരി കുഴപ്പമുള്ളൂ. എന്നായിരിക്കും വീട്ടിൽ നിന്നായിരിക്കും വരാനേ. എന്നാ കൊണ്ടുപോയി? വീട്ടിലുള്ളവരൊക്കെ പോയി. അവരവിടെ പോയി. വിദേശത്ത് പോയി. വിദേശത്താ. ദൂരെ ദൂരെ. പിന്നെ അതേന്നേ.
അതെന്തിനാ? ഞാൻ അമ്മേനെ കൊണ്ടുപോകാൻ വന്നതാ വീട്ടിൽ നിന്ന്. ആര്? ഇത് ദൂരെന്നോ? അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. പൊക്കോ ഇതിന്റെ കൂടെ പൊക്കോമേ. വീട്ടിലോട്ടോ? ആ വീട്ടിലാരും ഇല്ല, ഞാൻ പോയിട്ടുണ്ടായി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞേ എങ്ങനെയാ? അതുകൊണ്ടല്ലേ അതല്ലേ പറഞ്ഞ നീ പറഞ്ഞ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞേ. ഈ ആളുടെ പുറകെ പോയാൽ മതി. ഈ ആള് പിന്നെ ആരാ? ആരാണേലും അമ്മയുടെ മകനാ. വേറെ അവിടെ വീട്ടിൽ വേറെ പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ വേണം. എന്നാ പിന്നെ ഇവിടുന്ന് ഒരിക്കലും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. വീട്ടിൽ പോണെന്ന് പറയേ ചെയ്തേക്കരുത്. അതൊന്നും പറ്റിയല്ല. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോ അവര് വന്നെ കൊണ്ടുപോക്കോളും. പറഞ്ഞോണ്ടിരുന്നാലേ അവര് വന്ന് കൊണ്ടുപോക്കോളും. ഒന്നും പറയാം. അവിടെ ഇല്ല, ആരെങ്കിലും ഇല്ലാതെയൊക്കെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ വരികയില്ലാതെ. അവിടെ ആരും ഇല്ല, അതിലെ കൊണ്ടുപോകാൻ വരാത്തെ. കിടക്കാറായില്ലേ? എനിക്ക് കിടക്കാറായില്ല, അമ്മയ്ക്ക് കിടന്നു. ഇനി പ്രാർത്ഥനയല്ലേ കിടക്കാം. അമ്മ കിടന്നു കേട്ടോ. എലിക്കുട്ടി കിടന്നോ? ഞങ്ങൾ സദ്യ കഴിയുമ്പോൾ പ്രാർത്ഥന കഴിയും. പ്രാർത്ഥന ചെല്ലേച്ചും പിന്നെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഓരോ കൂട്ടം പ്രാർത്ഥനയും ചെല്ലേച്ചും പിന്നെ കിടക്കും. നീണ്ട പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥനകൾ അല്ലേ? ഓരോരുത്തരും അമ്മയായാലും കൊള്ളാം, ചാച്ചനായാലും കൊള്ളാം, ഞാനായാലും കൊള്ളാം, ബാക്കിയുള്ള പെണ്ണുങ്ങളായാലും കൊള്ളാം, ആൺപിള്ളേരായാലും കൊള്ളാം, ഒക്കെ അങ്ങനെ വന്നിരിക്കണ പെണ്ണുങ്ങളൊക്കെ. വലിയൊരു കുടുംബല്ലേ? വലിയൊരു കുടുംബമല്ലേ? എല്ലാം ഒരു നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കോ. വലിയ വലിയ കുടുംബ, ജനങ്ങളും കൂടുതലും. കൂട്ടുകുടുംബ. എല്ലാരും കടിച്ചു വിട്ടു. അതിലെ വെട്ടം മണ്ണിട്ട് വല്ലവരും വേണ്ടെന്ന് നോക്കി. അതിലെങ്ങും ആരും വരുന്നില്ല. ഇന്നലെ പള്ളിയിലെ കുറവ് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പം പിന്നെ അവളെ കൊണ്ട് പുറത്തിറക്കി അച്ഛൻ്റെ ഒക്കെ കൊണ്ട് കൂട്ട് എത്തിച്ചോണ്ട് വരാൻ വന്നിട്ട് അത് പറ്റിയില്ല. സമയമില്ല. വീട്ടിലെ വെട്ടിക്കൊണ്ട് വന്നേക്കുന്ന അവളെ പേരെഴുതിച്ച് വേറെ വെക്കാൻ. പേര് ഓരോരുത്തർക്കും ഓരോരുത്തരും അല്ലേ എഴുതിയെടുക്കുക. ഒരാളല്ലല്ലോ, ഒരാളുടെ പേര് ഓരോരുത്തർ എന്തെങ്കിലും അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകണമെങ്കിൽ ആ ആളെ എടുത്തോണ്ട് പോകണ്ടേ, എഴുതിക്കൊണ്ട് പോകണ്ടേ? അങ്ങനെയല്ലേ, അല്ലാതെ കാര്യം നടക്കുമോ? അത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ പേര് പള്ളി ചേർത്തില്ല, അത് ഇറക്കണ കാര്യം അമ്മ പറഞ്ഞത്. ഏത് പെണ്ണിനെ അമ്മ കെട്ടിക്കൊണ്ടുവന്നേ? ഇത് എഴുതി വെച്ചാൽ അതൊക്കെ ഓപ്പാക്ക്. അത് ഓപ്പാക്കിക്കോളാം. ഇങ്ങനെ വെച്ചാൽ എനിക്ക് കാണാൻ വേണ്ടി വെച്ചാ ഇത് തടസ്സമായിട്ട് ഇത് വന്ന് നിന്ന് കിടക്കാൻ നോക്കല്ലാതെ പറ്റുള്ളൂ. ബാക്കി പണിയൊക്കെ ആര് ചെയ്യും? ഞാൻ പോവും. വരവുകാരും ഇല്ലല്ലോ. വരവുകാരൊന്നുമില്ല. അമ്മ പോയി കിടന്നോ, എലിക്കുട്ടി പോയി കിടന്നോ. എല്ലാം അപ്പടി ഉറുമ്പാ, കറുത്ത ഉറുമ്പാ, കുഞ്ഞു രാത്രിയെല്ലാം സമയമാകുമ്പോ ഞാൻ വിളിച്ചേക്കാം. പോയി കിടന്നോ? പിന്നെ ഇപ്പൊ 5 മണി ആയതേ ഉള്ളൂ. ഒരു 7-8 ആകട്ടെ, അപ്പൊ നമുക്ക് പ്രാർത്ഥന ചെല്ലാം. വരുമോ? ഇങ്ങോട്ടൊന്നും ഈ മഴയത്ത് എങ്ങനെ വരാനാ? ഇവാന്റെ ചായ ഉറുമ്പ് കയറി. വേഗം ചായ വെച്ചോ. അത് ഒരു സീനറികളല്ലേ, അതിങ്ങനെ ഒരു സീനറികളാണ്. നമ്മുടെ പ്രകൃതി ഭംഗിയാണ്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് കാണിക്കുന്നതാണ് ടി വിക്കകത്ത്. ചത്ത് കിടക്കുന്നതല്ല, അത് മലയാ, മല, കടലിനകത്തേക്ക് മല ഇറങ്ങി നിൽക്കുന്നതാണ്. ചുമ്മാ ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചിരിക്കും, സ്ഥലത്തിന്റെ ഫോട്ടോ. അല്ലല്ല, അത് സ്ഥലത്തിന്റെ ഫോട്ടോയാന്നേ. ഒരു സ്ഥലമാണ്, കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ഥലം. അതാണ് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് പോക്കുവരവുള്ളതാണെങ്കിൽ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയല്ല, അവിടെ നിൽക്കുള്ളൂ, ഭക്ഷണം മേടിച്ച് കഴിച്ച് അത്രേ ഉള്ളൂ, നെറ്റും കിടക്കും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.
ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.